വെൽക്കം ബാക്ക് ടു NBVlogs. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട്ടിലെ PVR ബീച്ചിലേക്കാണ്. ഇന്ന് മദേഴ്സ് ഡേ റൈഡ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇന്ന് കാരുണ്യ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി അവിടെ കേക്ക് കട്ടിങ് മറ്റു ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നാളെ മദേഴ്സ് ഡേ ആണ്. സോ അതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്നൊക്കെ ഒരു റൈഡ് കണ്ടക്ട് ചെയ്ത്. നാളെ അവിടെ ഫുള്ള് റഷ് ആയതുകൊണ്ട് മീൻസ് അവിടെ മോർണിംഗും അതേപോലെ ലഞ്ചും ഡിന്നറും എല്ലാം അവിടെ ആൾക്കാർ ഫുള്ള് തിരങ്ങായതുകൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ ഡിന്നർ എന്നുള്ള ഒരു പ്ലാൻ ചെയ്ത്. നമ്മൾ PVR റീൽസിൻ്റെ കോൺട്രിബ്യൂഷനിൽ നമ്മൾ അവിടെ ഒരു ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ടിൽ നമ്മൾ അവിടെ പോയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ വിളിച്ചതും ഓടിയെത്തിയതിൽ വലിയ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. എപ്പോഴും വരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. എപ്പോൾ വിളിച്ചാലും ഓടിയെത്താം. ഇതുപോലെ നമ്മൾ എല്ലായ്പ്പോഴും റൈഡ് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യാറില്ല. അപ്പോൾ ചെയ്യുന്ന കുറച്ച് റൈഡുകളേ ഉള്ളൂ. അത് മാക്സിമം ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്കും അതുപോലെ തിരിച്ച് നമ്മൾ നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ട് കിട്ടും. ഓക്കെ, നമ്മൾ പോകുന്ന വഴി വന്നിട്ട് നേരെ ഇവിടുന്ന് KSRTC നേരെ മണപ്പുള്ളിക്കാവ്, അവിടെ നിന്ന് നേരെ കല്ലിങ്കൽ, അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പോളിടെക്നിക് റൂട്ടിലാണ്. സോ അവിടെയാണ് കാരുണ്യ ഓൾഡ് ഏജ് ഹോം. അവിടെ ടോട്ടൽ മൊത്തം 26 പേരുണ്ട്. സോ 30 പേര് സ്റ്റാഫും കൂട്ടി 30 പേരുണ്ട്. സോ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമ്മൾ അവിടെയും വഴിയിൽ നിർത്താം. സോ രണ്ട് പേരുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ അവിടെ വാങ്ങിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ട് കയറി വരുന്നതിനേക്കാളും ബെസ്റ്റ് അത് കൂടെ പോകുന്നുണ്ട്. 2 വണ്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ മെയിനായിട്ട് പറയാം, ലൈൻ കീപ്പ് ചെയ്യുക. ആരെയും ഓവർടേക്ക് ചെയ്ത് പോകരുത്. ഫ്രണ്ടിലൊരു ലീഡ് ഉണ്ടാവും, ബാക്കിലൊരു ബാക്കപ്പ് ഉണ്ടാവും. സോ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു സ്പീഡ് ലിമിറ്റ് നമുക്ക് മാക്സിമം ഒരു 40 km സ്പീഡ് ലിമിറ്റാണ്. ട്രാഫിക് ഉണ്ടാവും. എല്ലാവരും മാക്സിമം ഒന്നിച്ച് വരാൻ നോക്കുക, എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. സോ 10, 11, 12 വണ്ടിയുണ്ട് ടോട്ടലി. സോ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും. എല്ലാവരും ഇടവിട്ട് പോകാതിരിക്കുക. ഓക്കെ, അതിലെന്തെങ്കിലും പറയണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇറങ്ങല്ലേ? ഓക്കെ. Reva. Kesikane. Mari bari, kayu berapa? Mari. Dah, angkat lagi. Jnana vairagya siddhyartham Vikshadehi Javarvahi
സർവശക്തനായ ഈശ്വര, ഞങ്ങളുടെ അപരാധങ്ങളും കുറവുകളും ക്ഷമിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവും തരണേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും കിടപ്പാടവും തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാവിധ നന്മകളും കൊടുത്ത് അനുഗ്രഹിക്കണേ. ഇതുവരെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഭക്ഷണം മുടക്കമില്ലാതെ എത്തിച്ചെന്നതിന് ഞങ്ങളുടെ നന്ദി സ്വീകരിക്കണേ. PVR അല്ലേ, PVR വീൽസ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിയുടെ വകയായിട്ട് മദേഴ്സ് ഡേ, ശരിക്കും നാളെയാണ് മദേഴ്സ് ഡേ. അതിന് അവർ ഇന്ന് ഇവിടെ വന്ന് നമ്മളോട് കൊടുക്കുന്ന കേക്ക് ചെയ്ത് സന്തോഷം പങ്കിടാൻ സന്മനസ് കാണിച്ച ശ്രീ PVR വീൽസ് റോയൽ എൻഫീൽഡിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സർവ്വവിധ ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിയും കൊടുത്തനുഗ്രഹിക്കുവാൻ നമുക്കെല്ലാവർക്കും സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ലോകത്തെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. അന്നം ബ്രഹ്മേഹി രാജന അന്നദാതാ സുഖീ ഭവ. ശരി, കേട്ടി വരൂ വരൂ. എങ്ങനെ വേണ്ടത് പറയൂ. അല്ല, അവർക്ക് അറിയില്ല. ഹലോ. അപ്പോൾ എൻ്റെ പേര് മധുസൂദനൻ എന്നാണ്. ഞാൻ ഈ കാരുണ്യ ഓൾഡ് ഏജ് ഹോം നടത്തുന്ന ആളാണ്, സെക്രട്ടറിയാണ്, അതിൻ്റെ മെയിൻ മാനേജിങ് ട്രസ്റ്റിയാണ്. 1967 മുതൽ 97 വരെ ഞാൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് 97 വന്നു. ഇവിടെ വന്നിട്ടൊരു സോഷ്യൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് പേപ്പറിൽ അൽഷൈമേഴ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്ന് അൽഷൈമേഴ്സ് ട്രെയിനിങ് എടുത്തു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് അൽഷൈമേഴ്സ് സൊസൈറ്റി ഫോം ചെയ്തു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്മാത്ര സിനിമ വന്നു. തന്മാത്ര സിനിമ വന്നപ്പോൾ എല്ലാവർക്കും എന്താണ് അൽഷൈമേഴ്സ് മനസ്സിലായി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എവിടെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് 2001 ഈ സ്ഥലം വാങ്ങിച്ചു. പിന്നെ 4 റൂം കെട്ടി. അത് കഴിഞ്ഞ് പിന്നെ 4 റൂം കെട്ടി. അങ്ങനെ 22 കൊല്ലത്തെ ഡെവലപ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഫെസിലിറ്റിയിൽ ഒരു 104 ആൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 10-22 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 10-25 ആൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ 25 ആളുണ്ട്. കഴിഞ്ഞ മാസം 2-3 പേര് ഒന്നിച്ച് ഓരോരുത്തരായിട്ട് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്പർ ഓഫ് സ്ട്രെങ്ത്ത് 25 + 6 സ്റ്റാഫാണ്. ഓക്കെ, മെയിൻലി ഇവിടുത്തെ അന്തേവാസികൾ ആരും ഇല്ലാത്തവരാണ്. കുട്ടികളും മക്കളും ഇല്ല, വീടില്ല, അവരെ രക്ഷിക്കാനായിട്ട് ക്ലോസ് റിലേറ്റീവ്സ് ആരുമില്ല, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ. അത് തന്നെയായിരുന്നു.
തുടങ്ങുമ്പോൾ തീരെ ഡെസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ആരും ഇല്ലാത്ത ആളുകളെ സഹായിക്കുക, അതാണല്ലോ ഉദ്ദേശം. പക്ഷേ ക്രമേണ വന്നിട്ട് ആൾ പരിചയത്തിൽ വന്നു. അവരുടെ മകനുണ്ട്, അപ്പോൾ മകന് ബോംബെയിലാണ്, നോക്കാൻ ഇവിടെ വരാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ 2-3 ആളുണ്ട്. അതർവൈസ് ബാക്കി എല്ലാവരും തീരെ അനാഥകളാണ്. അനാഥകളെന്ന് പറയാൻ പാടില്ല നമ്മൾ, എങ്കിലും ഇൻ പ്രാക്ടിക്കൽ അവരെ നോക്കാൻ ആരുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഫണ്ടിങ്ങിനെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകിച്ചൊരു ഫണ്ടിങ്ങൊന്നും ഇല്ല. ഒരു റേഷൻ അരി കിട്ടുന്നുണ്ട്, ഒരു സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ട്. ഒരാൾക്ക് 10 കിലോ വെച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു 250 കിലോ അരി, ഒരു 150 കിലോ ഗോതമ്പും തരും. ഒരു സ്പെഷ്യൽ റേറ്റാണ്. 5 രൂപ അരിക്ക് 4 രൂപ ഗോതമ്പിന്. അതാണിപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യം. പിന്നെ വേറൊരു ആനുകൂല്യം സാധാരണ എല്ലാ ഓൾഡ് ഏജ് ഹോംസിൽ ഈ കൊടുക്കാറുള്ളത് എന്താ വെച്ചാൽ ഗ്രാൻറ്റാണ്. ഒരാൾക്ക് 1000 രൂപ വെച്ച് ഗ്രാൻറ്റ് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്താൽ എന്താണെന്നറിയോ, ഒരു ചെറിയൊരു ആക്ഷേപം, ഇവരുടെ ഓൾഡ് ഏജ് ഹോം പെൻഷൻ ഉണ്ടല്ലോ, ഓൾഡ് ഏജ് പെൻഷൻ, ഈ 1600 രൂപ അവർ കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ 1000 രൂപ വാങ്ങിച്ചാൽ അവർ 1600 രൂപ കട്ട് ചെയ്യും. അത് 2 ഡ്യൂപ്ലിക്കേറ്റ് ആവുമല്ലോ. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ 1000 രൂപ കൊടുക്കുന്നത്. അവരിവിടെ നമ്മൾ താമസിച്ച് ഞങ്ങൾക്ക് പൈസ തന്നാൽ, അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു സംശയം. അത് കാരണം ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകണം. ഓക്കെ, 10-22 കൊല്ലമായില്ലേ, ഒരു ചെറിയൊരു ഗുഡ് വില്ലുണ്ട്. എല്ലാവർക്കും ഇവിടെയുള്ള കുറേ ആളുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ധാരാളം ഭക്ഷണത്തിനൊക്കെ ഡൊണേഷൻ തരുന്നുണ്ട്. സോ അതുകൊണ്ട് ദൈവം സഹായിച്ച് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഫിനാൻഷ്യലായിട്ടൊന്നും. സന്തോഷം. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഇതുപോലെ എന്തായാലും ഇടയ്ക്ക് വരാം. തീർച്ചയായും. ബേസിക്കലി നിങ്ങളെപ്പോലുള്ള ഗ്രൂപ്പ് ആണ് സഹായിക്കേണ്ടത്. കാരണം ഇൻഡിവിജ്വലായിട്ട് സഹായിക്കുന്നതിനേക്കാളും നല്ലത് ഗ്രൂപ്പായിട്ട് സഹായിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പമാവുക. ഒരു പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഡൊണേഷൻ പലയിടത്തും വാങ്ങിച്ചിട്ടാണ്. ആദ്യം 4 റൂം കെട്ടി വരുന്നില്ല, പിന്നെ ഓരോ 10 ലക്ഷവും 15 ലക്ഷത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അവരൊക്കെ അയച്ചു തരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട് റേസിങ്. അല്ലാതെ വലിയ ദൈവം സഹായിച്ച് വലിയ പ്രോബ്ലമൊന്നുമില്ല ഇപ്പോൾ. ഓക്കെ, അങ്ങനെ പോകുന്നു. ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത് ഇവരെ കൂടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുമതലപ്പെട്ട ഒരാൾ വന്നല്ലോ രാത്രി നേരത്തെ, പെട്ടെന്ന് വയ്യാണ്ടായാൽ ഇവരെ ആശുപത്രി കൊണ്ടുപോകാനും അതിനൊരു വണ്ടിയുണ്ട്, ഡ്രൈവർമാരുമുണ്ട്. ആരെങ്കിലും വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആ കമ്മിറ്റിക്കാർ എമർജൻസി വിളിച്ചാൽ അവർ വരും. അങ്ങനെ ഞങ്ങൾ, പിന്നെ ആരും വരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിക്കും. അപ്പോൾ പിന്നെ അവർ വന്നാൽ പ്രയാസമില്ല. രാത്രി 12 മണിക്കൊക്കെ നമ്മുടെ ആളുകളെ വിളിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത്, സമയം വേസ്റ്റ് ആകുന്നതിനേക്കാളും നേരെ ആംബുലൻസ് അവർ വിളിച്ചാൽ അവർ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശരി, ഓക്കെ.